പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് നിബന്ധനകൾ കൂടുതൽ കർശനമാക്കി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. ഏജന്റുമാരുടെ ചൂഷണത്തിൽ നിന്ന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് കോൺസുലേറ്റിന്റെ നടപടി. ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. രക്തബന്ധമുള്ളയാൾക്കോ പവർ ഓഫ് അറ്റോർണിയുള്ള വ്യക്തിക്കോ മാത്രമേ ആവശ്യമായ രേഖകൾ റദ്ദാക്കാനും പേപ്പറുകളിൽ ഒപ്പിടാനും കഴിയുമെന്നാണ് പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നിബന്ധനകളിൽ പ്രധാനം. മൃതദേഹ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് പണം അനുവദിക്കുന്നതിന് പഞ്ചായത്ത് ഓഫീസുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ 5 വ്യത്യസ്ത അതോറിറ്റികളിൽ നിന്നുള്ള ഒപ്പ് വേണമെന്നാണ് മറ്റൊരു നിയമം. ചില സംഭവങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനമെടുത്തതെന്ന് കോൺസുലേറ്റിനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രവാസികളുടെ മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനായി കുടുംബങ്ങളെ ചൂഷണം ചെയ്ത ഒട്ടേറെ കേസുകൾ കോൺസുലേറ്റിൽ എത്തിയിട്ടുണ്ട്. കോൺസുലേറ്റ് അംഗീകൃത നിരക്കുകൾക്ക് പകരം അമിത തുക ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. എല്ലാ എമിറേറ്റുകളിലുമുള്ള സാമൂഹ്യ സംഘടനകളുടെ ഒരു പാനൽ കോൺസുലേറ്റിനുണ്ട്. അവർ സൗജന്യമായി കുടുംബങ്ങൾക്ക് ഈ സേവനങ്ങൾ നൽകുന്നുണ്ടെന്നും ഏത് സഹായത്തിനും കോൺസുലേറ്റുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു. ജനം, ദുബായ്.